ഭാനു, നീ എന്താ ഇവിടെ ഒന്ന് ഒറ്റക്കിരിക്കുന്ന? അവിടെ എല്ലാരും നല്ല സന്തോഷത്തിലിരിക്കല്ലേ? ഭാനു, കാര്യങ്ങളൊക്കെ നിനക്കിപ്പോ മനസ്സിലായില്ലേ? അമ്മയുടെ പേരിലുള്ള സ്വത്തില് കണ്ണ് വെച്ചിട്ട് അച്ഛനും മോനും കൂടി ക്രിയേറ്റ് ചെയ്താ നിന്നോട് അവനുള്ള പ്രണയം. മനസ്സിലായി ചേച്ചി. അവൻ എന്നെ വലിയൊരു ട്രാപ്പിലപ്പെടുത്താൻ നോക്കിയത്. ഒരു കാര്യം എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. അവൻ ഇനി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തെളിവുകളും കൊണ്ട് വന്നേക്കാം. പക്ഷെ നീ അടിപതറി പോരുത് ഭാനു. സ്നേഹത്തിന്റെ പേരിലായാലും ത്യാഗത്തിന്റെ പേരിലായാലും പകയുടെ പേരിലായാലും അറിഞ്ഞുകൊണ്ടാരും സിംഹത്തിന്റെ കൂട്ടിൽ പോവില്ല. അതുപോലെയാ അവന്റെ ജീവിതത്തിലേക്ക് നിന്നെ കുരുതി കൊടുക്കുന്നത്. ഇവിടെ നിന്റെ ഭാഗത്തുനിന്നും യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്ന് 100% ഈ ചേച്ചിക്ക് ഉറപ്പുണ്ട്. മോളെ, എനിക്കത് മാത്രം മതി ചേച്ചി. മറ്റാരും എനിക്ക് ബോധ്യപ്പെടുത്താനില്ല. ഒരിക്കലും മുന്നോട്ട് പോയില്ലെന്നും പാതി വഴിയിൽ വേർപിരിയേണ്ടി വരുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റിയാല് പിന്നെ ആരെങ്കിലും ആ ബന്ധത്തിന് താല്പര്യം കാണിക്കോ ഭാനു? അതുപോലെയാവും ജയേഷിനെ കൊണ്ട് നിന്നെ വിവാഹം ചെയ്യിപ്പിക്കുന്നത്. ഇന്നലെ രാത്രി അവൻ വേറൊരു നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു ചേച്ചി. അവൻ എന്നെ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് താല്പര്യമെന്ന് പറഞ്ഞു. ഞാൻ നല്ല മറുപടിയും കൊടുത്തു. അപ്പൊ അവൻ പറയാ, ചേച്ചിക്ക് അവന്റെ മൊബൈൽ ഫോൺ മാത്രമേ നശിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന്. തെളിവുകൾ ഇപ്പോഴും അവന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന്. ഭാനു, നീ എന്താ എന്നെ അപ്പൊ തന്നെ വിളിച്ച് വിവരം പറയാത്തത്? ചേച്ചി അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. പിന്നെ ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ വിളിക്കായിരുന്നത്. എന്താ ഭാനു, നിനക്ക് ഏത് സമയത്തും എന്നെ വിളിച്ചൂടെ? ഭാനു, അവൻ ഇനിയും ഇതുപോലെ പല രീതിയിലും നിന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മോളെ, നിന്നെ തളർത്താനും ശ്രമിക്കും. ഒരിക്കലും ഇല്ല ചേച്ചി. അവനതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അവനോടുള്ള വെറുപ്പ് കൂടിയിട്ടേ ഉള്ളൂ. അതെ മോളെ, എവിടെയാ എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുന്നത്? ഓരോ പെൺകുട്ടിയും നിന്നെ പോലെ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ആത്മഹത്യയുടെ എണ്ണം കുറഞ്ഞേനെ. ഇതുപോലുള്ള ദുഷ്ടന്മാരുടെ ഒപ്പം ജീവിതം തുടങ്ങി വഴിമുട്ടുമ്പോഴാ ഓരോ അമ്മമാരും മക്കളെയും കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ഇറങ്ങുന്നത്. വിവാഹത്തിന് മുൻപായാലും ശേഷമായാലും മുന്നോട്ട് പോവില്ല എന്ന് കണ്ടാൽ വലിച്ചെറിയണം. അതിന് മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവനാണെങ്കിലും. വ്യക്തിത്വം ഇല്ലാത്തവരോടൊപ്പം ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒറ്റയ്ക്ക് പോരാടി ജീവിക്കുന്നതാ. ഇനി അവന്റെ ശല്യം ഉണ്ടാവും ചേച്ചി. അവന്റെ മാത്രമല്ല, അവന്റെ അച്ഛനും വരും. കോടികളുടെ സ്വത്തിന്റെ ഉടമകളാണ് നമ്മളെന്ന് അവര് മനസ്സിലാക്കി കഴിഞ്ഞു. ഭാനു, നീ ധൈര്യമായിട്ടിരിക്കെ. എന്താ ചെയ്യേണ്ടെന്ന് ഈ ചേച്ചിക്കറിയാം. ആദ്യം അവന്റെ മുന്നോട്ടുള്ള നീക്കം എന്താണെന്നറിയട്ടെ. എന്റെ പേരില് ചേച്ചിക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതെനിക്ക് സഹിക്കില്ല. ഒരിക്കലും ഇല്ല മോളെ. അപ്പോ അച്ഛനും മോനും രണ്ട് കൊടുത്തതിലൊരു തെറ്റുമില്ല. ഞാൻ എങ്ങനെയാ അവരെ തല്ലിയെന്ന് പോലും എനിക്കിപ്പോ ഓർമ്മയില്ല. അത്രമാത്രം ദേഷ്യം ഉണ്ടായിരുന്നു. ഭാനു, ഇനി എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ നീയാണ്. അതിനെ തച്ചുടയ്ക്കാൻ വേണ്ടി ഇനി ഏതവൻ ശ്രമിച്ചാലും ഞാൻ വെറുതെ വിടില്ല. നിന്റെ മനോധൈര്യം ഒരിക്കലും നീ കൈവിടരുത്, അറിയാലോ? ഇപ്പോ ഈ വീട്ടിലൊരു പോലീസുകാരനുണ്ട്, നിന്റെ ഏട്ടൻ. ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിട്ടിട്ട് ഇനി എന്തുണ്ടെങ്കിലും ഭരതനെ നീ അറിയിക്കണം. അവൻ നിന്നെ കെയർ ചെയ്തോളും. ശരി ചേച്ചി. ദൈവം നമ്മളെ കൈവിടില്ല എന്ന് പലതവണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ മോളെ? ഇവിടെ നീ 100% നിരപരാധിയാണ്. നീ ഒരാളെ വിശ്വസിച്ചു പോയി. പക്ഷേ അവൻ നിന്നെ ചതിക്കാൻ ശ്രമിച്ചു.
ഇത് ചിലപ്പോ കുടുംബിനിയായി എനിക്കും സംഭവിക്കാം. അതാ ഇന്നത്തെ ലോകം. അതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചോ. ഒരിക്കലും ദൈവം നിന്നെ കൈവിടില്ല. അമ്മേ, മായച്ച എവിടെ അമ്മേ? സേതുവിന്റെ അടുത്തുണ്ടാവും. അവളെ അവൻ വിട്ടാലല്ലേ അവക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. അതെന്ത് പറ്റി? ആ വസ്തുവിന്റെ വില അറിഞ്ഞത് മുതൽ നിന്റെ ചേട്ടന്റെ കിളി പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. നിനക്കറിയാവോ, ഇപ്പൊ തന്നെ അവൻ ടൗണിലൊക്കെ ചെന്ന് ഏതോ വീടും കടയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നിന്റെ ഏട്ടന്റെ സ്വപ്ന ലോകത്തിൽ നിന്ന് അവക്ക് മോചനം കിട്ടിയാലല്ലേ അവക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. സന്തോഷിക്കട്ടെ അമ്മേ. ഇത്ര കാലം ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. മുത്തശ്ശന്റെ ഈ സമ്മാനം എല്ലാവരും ആഘോഷിക്കട്ടെ. ഈ സൗഭാഗ്യം വന്നതില് അമ്മയ്ക്ക് സന്തോഷമൊന്നുമില്ലേ? എനിക്ക് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. മോഹനോട് വസ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടാണല്ലോ നിന്നെ ഞാൻ കേസിൽ നിന്നും രക്ഷിച്ചത്. ഇനിയിപ്പോ അവനോട് എന്ത് പറയുമെന്ന് ഒരു പിടിയുമില്ല. എന്റെ അമ്മേ, ലോകത്ത് ഒരാളും ചെയ്യാത്ത ചതിയാ മാമൻ നമ്മളോട് ചെയ്തിരിക്കുന്നത്. ആദ്യം സ്വന്തം മകനെ ഉപയോഗിച്ച് ഭാനുവിനെ വശത്താക്കി, എന്നിട്ട് അവളെ ട്രാപ്പിലാക്കി നമ്മളെല്ലാം ലോക്കാക്കി. സത്യം പറഞ്ഞ അയാളൊരു പക്ക ക്രിമിനലാ. അയാൾ ഒരു നല്ലവനായിരുന്നെങ്കിൽ ഇങ്ങനൊരു വസ്തു അമ്മയുടെ പേരിലുണ്ടെന്ന് അറിഞ്ഞ നിമിഷം തന്നെ അമ്മയോട് വന്ന് വിവരം പറയില്ലായിരുന്നോ? പിന്നില്ലേ, ഞാൻ പറഞ്ഞതല്ലേ അവനൊരു ദുഷ്ടജന്മമാണ്. ഒരൽപ്പം പോലും മനുഷ്യത്വമോ സ്നേഹമോ അടുത്തൂടെ പോലും പോയിട്ടില്ലാത്തവനാ. മാറ. എന്തായാലും ദൈവം ഇപ്പോഴെങ്കിലും നമ്മളെ ഇതെല്ലാം അറിയിച്ചല്ലോ അമ്മേ. അതെ, മോഹൻ ഇനി ഒരിക്കലും അടങ്ങിയിരിക്കില്ല. ഏത് നിമിഷം വേണമെങ്കിലും അവൻ ഇവിടെ വരും. വരട്ടെ അമ്മേ. അല്ലെങ്കിലും അയാളൊന്ന് കാണാൻ പോണെന്ന് ഞാൻ സൂര്യയോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും വല്ല പ്രശ്നത്തിനുമാണോ? ഏയ് ഇല്ല. ഭാനുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്താ ഇതിപ്പോ അവന് തന്നെ ഭാനുവിനെ കെട്ടിച്ചു കൊടുക്കാന്നാണോ? എന്താ അമ്മേ, ഇനി അവന് ഭാനുവിനെ സ്വപ്നം കാണാൻ നമ്മൾ വിട്ടുകൊടുക്കോ? എന്നേക്കുമായി ഈ പ്രശ്നങ്ങൾ ഇന്ന് ഒഴിഞ്ഞു പോവാൻ പറയണോ അമ്മേ അവനോട്? നല്ല രീതിയിലാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കും. അതല്ല, ഇനിയും പ്രശ്നങ്ങൾക്ക് വന്നാ ഒരു ചില്ലി കാശ് പോലും നമ്മൾ കൊടുക്കില്ല അവർക്ക്. ഭാനുവിന്റെ ഭാവിക്കൊരു കുഴപ്പവും വരരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അമ്മേ, ഭാനുവിന്റെ ഭാവിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ അവളോട് വന്നപ്പോ തന്നെ സംസാരിച്ചിരുന്നു. അവളുടെ ഓർമ്മകളിൽ പോലും അവൻ ഇനി വരില്ല. അത്രമാത്രം ഭാനു അവനെ വെറുത്തുപോയി. ഇതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് നീ കൂടെ നിന്ന് വേണം ഓരോന്ന് ചെയ്യാൻ. അറിയാലോ സേതുവിന്റെ സ്വഭാവം. സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന കാശിന്റെ വില പോലും അവൻ അറിയത്തില്ല. അപ്പൊ പിന്നെ വെറുതെ കുറച്ച് കാശ് അവന് കിട്ടിയുള്ള അവസ്ഥ എന്തായിരിക്കും? കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായിരിക്കും. അമ്മ സമാധാനപ്പെടമേ. എന്തായാലും ആരും പ്രതീക്ഷിക്കാത്ത ഭാഗ്യം നമ്മളെ തേടി വന്നു. ഇനി അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നിലനിർത്തണം. ആരോരുമില്ലാത്തവർക്ക് വേണ്ടിയും എന്തേലൊക്കെ ചെയ്യണമേ. നിനക്കെന്താ മോഹങ്ങളൊന്നുമില്ലേ? എന്റെ മോഹൻ ഞാൻ അമ്മയോട് പറയട്ടെ. എന്താ? ഈ കാശിന്റെ കാര്യം ഇപ്പോഴല്ലേ നമ്മൾ അറിഞ്ഞത്. ഈ കാശൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു മോഹം അമ്മയ്ക്ക് എന്താണെന്നറിയാമോ? പ്രകാശ് സാറിന്റെയും സുനന്ദ മാഡത്തിന്റെയും കാല് പിടിച്ചിട്ടാണെങ്കിലും ഈ വീട് അമ്മയുടെ പേർക്ക് വാങ്ങിക്കണം. അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട് ഒരിക്കലും കൈവിട്ട് കളയാൻ തോന്നുന്നില്ല അമ്മേ. നിന്റെ ഈ മോഹം നടന്നാൽ ഒരിക്കലും അമ്മയുടെ പേരിലല്ല വാങ്ങേണ്ടത്, നിന്റെ പേരിൽ തന്നെയാ.
അതെന്താ അമ്മേ? അത് നിന്റെ പേരിലാവുമ്പോ എന്നും ഇതുപോലെ തന്നെ അങ്ങ് നിലനിൽക്കും. എന്റെ പേരിലാവുമ്പോ പരസ്പരം എല്ലാം കൂടി ഇവിടെ കിടന്ന് അടികൂടും. കിട്ടും തോറും ആർത്തി തീരാത്ത ഒന്ന് മാത്രമേ ഈ ലോകത്തുള്ളൂ. അതെന്താന്നറിയോ? പണം. ആരെ കൊന്നിട്ടാണെങ്കിലും സ്വന്തം പോക്കറ്റ് നിറയണം. അതാണിപ്പോ പലരുടെയും ചിന്ത. എന്തായാലും ഞാനും സൂര്യയും നാളെ തന്നെ പറ്റുമെങ്കിൽ അമ്മയുടെ സഹോദരൻ ആ പണമോഹി മോഹനെ ഒന്ന് പോയി കാണും. ആദ്യം അയാളുടെ കൂർമ്മ ബുദ്ധിയെ ഒന്ന് അഭിനന്ദിക്കണം. അവിടെ പോയി വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഏയ് ഇല്ലമ്മേ. ദേ പോയി കൊച്ചിനെ വിളിച്ചോണ്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ശരി. ഇതാണ് പറയുന്നത്, സമയം നല്ലതാണെങ്കിൽ സൗഭാഗ്യം വണ്ടി പിടിച്ചു വരും. അമ്മയാകെ അന്തം വിട്ടു നിൽക്കുക സൂര്യ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യല്ലേ ഈ കുടുംബത്തിന് കിട്ടിയത്. മാമയ്ക്ക് എന്ത് ചെയ്യണമെന്നോ എന്തു പറയണമെന്നോ അറിയില്ല. അവളെന്താ ഇങ്ങനെ? കുഞ്ഞുനാളിലെ അവളുടെ ക്യാരക്ടർ ഇങ്ങനെയാ സൂര്യ. ആള് പാവാണെങ്കിലും എന്ത് കണ്ടാലും ഒരു തരം ആർത്തിയാ. അത് ഞാൻ കണ്ടാണല്ലോ.